പൂങ്കാറ്റേ കാപ്പമല കണ്ട പൂങ്കാറ്റേ. എല്ലാവർക്കും നമസ്കാരം. നബിദിനാഘോഷ പരിപാടികളിലെ രസകരമായ ചില നിമിഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പാട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പാടി തീർക്കണമെന്ന് കരുതി വന്നതാണ്. എന്നാൽ മുന്നിലിരിക്കുന്നവർ ഇങ്ങനെ ചിരിച്ചാൽ എങ്ങനെ പാടാനാകും? എന്നാൽ പാട്ടിനിടയിൽ ചിരി വന്നാലും ചിരി എങ്ങനെയെങ്കിലും ഒക്കെ അടക്കി പിടിച്ച് പാടണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. വിനായകാണ് വരികളിലേറും ശ്രുതിയാണ് വദന. ഇനി ഇതാ കാണികളെ മാത്രമല്ല പുറകിലുള്ള ഉസ്താദിനെ വരെ ചിരിപ്പിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ ഗാനാലാപനം. ഇനി ഇതാ എല്ലാവരും ഒരുപോലെ പാട്ട് പഠിക്കാത്തതാണ് ഇവിടെ വിഷയം. എവിടെ ജനിച്ചോ മുത്ത് നബി അറിയാലോ, നിങ്ങൾക്കറിയാലോ മുത്തിൻ ജനനം മക്കത്ത് അറിയാമോ, നിങ്ങൾക്കറിയാമോ നബിയുടെ വഫാത്തായി മുത്ത് നബി, നബിയുടെ വഫാത്തായി മുത്ത് നബി. പാട്ട് നന്നായി പഠിച്ചിട്ടും വേദിയിലെത്തുമ്പോൾ മറന്നുപോയാൽ എന്ത് ചെയ്യും? ദേ കണ്ടു നോക്കാം. പഠിച്ച പാട്ട് ഓർമ്മ വരാൻ യാതൊരു സാധ്യതയും ഇല്ലെങ്കിൽ ഇതുപോലെ അറിയുന്ന പാട്ട് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. മദ്രസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമേ പാട്ട് പാടാനാകൂ എന്നൊക്കെ പറഞ്ഞാൽ അതല്പം ബുദ്ധിമുട്ടാകും. എല്ലാവരും പാട്ട് പാടുന്നുണ്ടെങ്കിൽ എനിക്കും ഒരു പാട്ട് പാടിയേ തീരൂ എന്ന് പറഞ്ഞെത്തിയ ഒരു കുഞ്ഞുമോളെയാണ് കാണിക്കുന്നത്. ഇവന് സ്റ്റേജിൽ വെച്ച് നന്നായി പെർഫോം ചെയ്യാനായില്ല എന്നതാണ് തോന്നുന്നത്. എന്തായാലും പുറത്തിറങ്ങി അതിന്റെ വിഷമം അങ്ങ് തീർക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഒരു കാര്യം പറയാം. നബിദിന വേദി കണ്ടപ്പോൾ
ആ പഴയ ഗ്യാങ് ഒന്ന് പൊടി തട്ടിയെടുക്കാൻ കാക്കമാർക്കൊരാഗ്രഹം. കണ്ടു നോക്കാം. ഇടിയുടെ ജോറും മഴയുടെ കാറ്റും ഞാനിന്ന് പോകൂല ബാപ്പ മദ്രസ് പോകൂല. ഇടിയുടെ ജോറും മഴയുടെ കാറ്റും ഞാനിന്ന് പോകൂല മദ്രസിൽ ഞാനിന്ന് പോകൂല. എട മോനെ മൊയ്തീനെ നിനക്കറിയാമോ ഇൽമിന്റെ വടിയുടെ ചൂടെന്നറിയാമോ വടിയുടെ ചൂട് അറിയാമോ മൊയ്തീനെ അറിവിന്മേൽ നീ അറിഞ്ഞാല് ഗുണം. എന്റെ മുറ്റത്ത് വന്ന് എന്നെ കൂട്ടാതെ ഒരു കളി അത് ഇവിടെ നടക്കില്ലെന്നാണ് കുഞ്ഞുമോൾ പറയുന്നത്. എന്തായാലും അവരെക്കാൾ മികച്ച സ്റ്റെപ്പുകൾ ഈ മോളുടെ കയ്യിലുണ്ട്. എന്നാൽ സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതെന്താണെന്ന് ഇവിടെ ഒരാൾ കാണിച്ചു തരികയാണ്. ദഫ്മുട്ട് ഇങ്ങനെ കണ്ടു നിന്നപ്പോൾ ഇദ്ദേഹത്തിനും കളിക്കണമെന്നൊരാഗ്രഹം തോന്നി. എന്തായാലും ആർക്കെങ്കിലും ഇദ്ദേഹത്തിന് ഒരു ദഫ് കൂടി നൽകാമായിരുന്നു. ചെറിയ ഒരു പാട്ട് പാടാൻ വേണ്ടി വേദിയിൽ എത്തിയതാണ്. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ആവേശഭരിതനായി. അഞ്ചും തീരമഴക്കല്ലേ ഉണ്ടഫയ്ക്ക് കൊല കൊല മുന്തരെ നാളന് കയ്യൽ ഉണ്ടഫയ്ക്ക് ഉണ്ടഫയ്ക്ക് ഈ പാട്ട് അവസാനിപ്പിക്കാൻ ഉസ്താദ് അല്പം പാടുപെട്ടു എന്ന് പറയാം. ഉസ്താദ് ഇപ്പോഴെങ്കിലും തിരിച്ചു വിളിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത് നേരം വെളുക്കുന്നത് വരെ നീണ്ടു നിന്നേനെ. എന്നാൽ ഇതിനേക്കാൾ ആവേശഭരിതരായ ഗായകർ ഇവിടെ വേറെയുണ്ട് എന്ന് തെളിയിക്കാനാണ് ഈ 6 പേരുടെ ശ്രമം.
നബിയുടെ ഉമ്മ ആണ്. ആമിന ബീബി അസ്സുമ്മ സംഘഗാനമാകുമ്പോൾ എല്ലാവർക്കും ഇവരെ പോലെ ആവേശം ഉണ്ടാകണമെന്നില്ല. എന്നാൽ ചിലരാണെങ്കിലോ ഇതുപോലെ തക്ക സമയം നോക്കി മുങ്ങുകയും ചെയ്യും. സാബിത്തോടെ ഒരു നല്ല പാട്ടുള്ളൂ പറയണേ. ഇനി ഇവിടെ ഒരു കുട്ടിക്ക് അല്പം സീരിയസ് മാറ്ററുകൾ പറയാനുണ്ട്, കണ്ടു നോക്കാം. എല്ലാരും സ്റ്റേജിൽ കയറി പാടുന്നതെന്താണാവോ, അതിലെന്തൊരു സംഗതി ഉണ്ട്, മുട്ടായി കൊടുക്കാൻ കാരണം എന്താണാവോ. എനിക്കൊരു മുട്ടായി കിട്ടി, അത് കീസയിലിട്ടപ്പോ പോയി. ഇന്നൊരു മുട്ടായി വേണം, അത് കിട്ടിയില്ലെങ്കിൽ കരയും. എല്ലാരും എന്നെ നോക്കി ചിരിക്കുന്നത് എന്താണാവോ, അതിലെന്താ തരികിടമുണ്ട്. നമ്മളെ പറ്റിക്കണ്ടാട്ടാ, നമ്മളെ പുലിയാനൂട്ടാ, എന്നാ നമ്മള് പോകാനൂട്ടാ. അസ്സലാമു അലൈക്കും. നല്ല രീതിയിൽ പാടിക്കൊണ്ടിരിക്കെ വരി മറന്നു പോയാൽ എന്ത് ചെയ്യും? ാണ് ഈ കുഞ്ഞുമോൻ പറയുന്നത്. മക്കയിലെല്ലാവർക്കും പാട്. മക്കയിലെല്ലാവർക്കും വരികൾ അറിയില്ലെങ്കിലും ഇത്ര ഈണത്തിൽ മൂളുന്ന ഈ കുഞ്ഞുമോൻ ഭാവിയിൽ വലിയ ഒരു ഗായകനായേക്കാം. എന്നാൽ പഠിച്ചത് മറന്നു എന്ന് ഉറപ്പിച്ചാൽ വളരെ പെട്ടെന്ന് സലാം പറഞ്ഞു മടങ്ങുന്നതാണ് നല്ലത് എന്ന് ഇവൻ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 1993 ജന്മദിനമാണ് നാം ഇവിടെ ആഘോഷിക്കുന്നത്. 1993 ജന്മദിനമാണ് നാം ഇവിടെ ആഘോഷിക്കുന്നത്. അസ്സലാമു അലൈക്കും. ഞാൻ പാട്ടുപാടാനായി വേദിയിലെത്തുമ്പോൾ മുന്നിൽ നിന്നും പല വിധത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടായേക്കാം. അസ്സലാമു അലൈക്കും. എന്റെ റസൂലിനെ കാണാൻ, എന്റെ രസം, എന്റെ ഹബീബിനെ കാണാൻ. എന്റെ ചന്തം ആമിനന്റെ കൂബാനെ. ഇനി സ്വന്തമായൊരു യൂട്യൂബ് ചാനലുള്ള നമ്മുടെ കുഞ്ഞോന്റെ പ്രസംഗം ഒന്ന് കേൾക്കാം. എന്റെ കഥ ഞാൻ ഇവിടെ നിർത്തട്ടെ. എന്റെ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. എല്ലാവരും ഒരേ പാട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാടുന്നത് കൊണ്ടായിരിക്കണം കുട്ടി സ്റ്റേജിലെത്തിയപ്പോൾ പാട്ടൊന്ന് മാറ്റി. ഇവിടെ കുട്ടി കണ്ടെത്തിയ പാട്ട് ആവോ രാവാരോ ആയിരുന്നുവെങ്കിൽ ഇവിടെ ഇത് അല്പം കൂടി വ്യത്യസ്തമാണ്.
തിങ്കളാഴ്ച മുന്നിലിരുന്ന് ചിരിക്കുന്ന എല്ലാവർക്കും ഒരു പാട്ട് ഓർമ്മ വന്നേക്കാം. എന്നാൽ കുട്ടി ഉസ്താദിനെ കണ്ടുമുട്ടിയ ദിവസങ്ങളെ കുറിച്ചാണ് പാടുന്നത് എന്ന് മനസ്സിലാക്കുക. നബിദിന റാലി തണുത്ത വെള്ളം നൽകി വരവേൽക്കാം എന്ന് കരുതി. എന്നാൽ ഇതുപോലെ കോരിച്ചൊരിയുന്ന മഴയാകുമെന്ന് ഇവർ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. ആർക്കും വേണ്ടേ എന്തായാലും ഇവർ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥിതിക്ക് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് കുടിച്ചു നോക്കാമായി.